എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 15-അംഗ പവർ ഗ്രൂപ്പിന്റെ പവർ ചെറിയ പവറല്ല. 15-അംഗ പവർ ഗ്രൂപ്പിന്റെ പവർ ഏത് കോൺക്ലേവ് സംഘടിപ്പിച്ചാലും അത് ചെറിയ പവറല്ല. ബൈജു, ഒരിക്കലുമല്ല ആകാശ്മി. അതായത് ഞാനതാണ് പറയാൻ വന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ ഇറങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ ചാനലുകളും പൊതുസമൂഹവും ഇത് ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ ഇന്നലെ മുതൽ ഈ മേലാളന്മാരുടെ ഉച്ചിഷ്ടം കഴിക്കുന്ന ചില ആളുകളൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈവൻ ഭാഗ്യലക്ഷ്മിയൊക്കെ മലയാള സിനിമയുടെ അവസാന വാക്കാണെന്ന് ആരാണ് പറഞ്ഞത്? രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഭാഗ്യലക്ഷ്മിയാണോ മലയാള സിനിമയുടെ അവസാന വാക്ക്? ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ചില ആളുകൾ ഇവരൊക്കെ ഇപ്പോൾ ഈ ഇവരുടെ കൂടെയാണ്, ഇരകളുടെ കൂടെയല്ല. ആരാണോ ഈ പ്രവൃത്തി ചെയ്തത് അവരുടെ കൂടെ അവരെ ന്യായീകരിച്ച് കിടക്കുന്നു. ഈ ഇത്രയും ആളുകൾ ന്യായീകരിക്കുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലായി. നടി ആക്രമിക്കപ്പെട്ട സമയത്ത് പോലും ചില ആളുകൾ ന്യായീകരണവുമായി ഇറങ്ങി. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും അതിനകത്ത് തങ്ങളുടെ ആളുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചില ആളുകൾ അറിഞ്ഞപ്പോൾ അവിടെയും ന്യായീകരണമായി. മൊത്തത്തിൽ ന്യായീകരിച്ച് ഈ ന്യായീകരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ജനത്തിനറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. നേരത്തെ അബിൻ വർക്കി പറഞ്ഞതുപോലെ ഈ കോൺക്ലേവ് നടത്തിയിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മലയാള സിനിമയിൽ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ വരെ നടന്ന ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും എല്ലാം അങ്ങ് മറക്കട്ടെ. നാളെ മുതൽ ജനങ്ങളെല്ലാവരും മാലാഖമാരായി ജീവിക്കട്ടെ. സിനിമയിലും അങ്ങനെ ആവട്ടെ. ഇന്നലെ വരെയുള്ള ബലാത്സംഗങ്ങളും കേസുകളും ഒക്കെ ഗവൺമെന്റ് എഴുതി തള്ളട്ടെ. നാളെ മുതൽ സിനിമാക്കാരെല്ലാം മാലാഖമാരാണ് എന്നങ്ങ് തീരുമാനിക്കട്ടെ. ഇത് എവിടുത്തെ നിയമമാണ്? എവിടുത്തെ ന്യായമാണ്? 40 വർഷത്തിന് മുമ്പുള്ള 40 വർഷം മുമ്പുള്ള മീറ്റു ആരോപണത്തിന് പോലും കേസെടുത്ത ആളുകൾ ഇപ്പോൾ നടക്കുന്ന സാഹചര്യത്തിൽ ഒരു ജസ്റ്റിസിന് മുമ്പിൽ മൊഴി കൊടുത്തിട്ട് തെളിവുകൾ ഉണ്ടായിട്ട് അതിന് കേസെടുക്കത്തില്ല പറഞ്ഞ് എവിടുത്തെ ന്യായമാണ് മിസ്റ്റർ സനോജ്? സനോജ് ഒരു സഖാവല്ലേ? ഇത്രയും മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാള്, ഒരു സംഘടനയുടെ ഒരാള്, ഒരു സാംസ്കാരിക വകുപ്പ് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? സിനിമ പോലൊരു വലിയ വ്യവസായത്തിൽ ഇവിടെ ബലാത്സംഗം ചെയ്യുന്നവൻ ബലാത്സംഗം ചെയ്യട്ടെ, ഇവിടെ വൃത്തിയുടെ കാണിക്കട്ടെ. നാളെയും ഇങ്ങനെ പോകും. ഈ കോൺക്ലേവ് കഴിഞ്ഞാലും അങ്ങനെ പിടിച്ചിരുത്തി കഴിഞ്ഞാലും ഞങ്ങൾ ആവർത്തിച്ചു. ഹേമ കമ്മിറ്റി സർക്കാരിനോട് പറഞ്ഞാൽ പുറത്തുവിട്ട് കൂടാവുന്നുണ്ടോ? ഹേമ കമ്മിറ്റി സർക്കാരിന് ഹേമ കമ്മിറ്റിയേക്കാൾ ശക്തിയുണ്ട് പ്രിയപ്പെട്ട വി കെ സനോജ്. സർക്കാരിന് ഹേമ കമ്മിറ്റിക്ക് താഴെയല്ല സർക്കാർ, മുകളിലാണ്. ഇതെന്തെങ്കിലും ശക്തി പരിശോധിക്കുന്നതല്ല ഇത്. ഹേമ കമ്മിറ്റി റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷയായിട്ടുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ ശുപാർശക്ക് വിരുദ്ധമായിട്ട്, ആ കമ്മിറ്റിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് സർക്കാർ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തി ഭവിഷ്യത്ത് അതിന് ആ ഉത്തരം ഇരകളുടെ പേര് പുറത്തു വരണം ആര് പറഞ്ഞു? ഇരകളുടെ പേര് പുറത്തു വരണം ആര് പറഞ്ഞു? ഈ 15-അംഗ പവർ ഗ്രൂപ്പിൽ എന്തായാലും ഇരകളില്ലേ? 15-അംഗ പവർ ഗ്രൂപ്പിൽ ഇരകളില്ലേ? ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരു പരാതി ഉയർന്നു വന്നാൽ അതിന്മേൽ എത്ര ശക്തമായ നടപടിയെടുക്കും എന്ന് നമ്മുടെ മുമ്പിൽ അനുഭവം ഉണ്ടല്ലോ ഹാഷ്മി. അങ്ങനെയല്ല ഞങ്ങൾ ചോദിച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഹാഷ്മി, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾ മലയാള സിനിമയുടെ അപജയം പരിഹരിക്കാനാണോ ചർച്ച സംഘടിപ്പിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് ഹാഷ്മി? എന്തിനാ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? ഒറ്റ ചോദ്യമുള്ളൂ. ഇരകളുടെ പേര് പുറത്തുവിടണ്ട. ഇതിനെ നിയന്ത്രിക്കുന്ന അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന 15-അംഗ പവർ ഗ്രൂപ്പ് ആരാണെന്ന് പറയാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, CPM-നുണ്ട്, ഡിവൈഎഫ്ഐക്കുണ്ട്. കേസൊക്കെ അവിടെ നിൽക്കട്ടെ. കേസെടുത്താൽ പിന്നെ ഇരകളുടെ പേര് പുറത്തു വരൂലേ? എങ്ങനെ കേസെടുത്താൽ ഇരയുടെ പേര് പുറത്തു വന്നെ? എങ്ങനെ കേസെടുത്താൽ ഇരയുടെ പേര് പുറത്തു വന്നെ? എങ്ങനെ കേസെടുത്താൽ ഇരയുടെ പേര് എങ്ങനെ പുറത്തു വരും? കേസെടുത്താൽ ഇരയുടെ പേര് എങ്ങനെ പുറത്തു വരും? ഇരയുടെ പേര് റിവീൽ ചെയ്യാൻ പറ്റില്ല, അത് സാമാന്യ നിയമമാണ്. കേസെടുത്താൽ ഇരയുടെ പേര് സാമാന്യ നിയമമാണ്. ഫോട്ടോ കാണിക്കുന്നുണ്ടോ? ആരാണെന്ന് എങ്ങനെ ഇരയുടെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇരയുടെ പേര് ഒരു ഇര വന്ന് മൊഴി കൊടുത്ത് കേസെടുത്താൽ ആ ഇരയുടെ പേര് എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? അങ്ങനെ വെളിപ്പെട്ടാൽ ആ വെളിപ്പെടുത്തുന്നവർക്കെതിരെ കേസെടുക്കും. അങ്ങനെ ഈ സർക്കാർ കേസെടുത്തിട്ടുണ്ടല്ലോ. പല ഇരകളുടെയും കേസെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇരയുടെ പേര് റിവീൽ ചെയ്യാൻ പറ്റില്ല. രാഹുൽ ഗോൾ പോസ്റ്റ് മാറ്റി. ഇരയുടെ പേര് പുറത്തു വരുന്ന അല്ലാത്ത പ്രശ്നം. പിന്നെ ആരുടെ പേര് പുറത്തു വരുന്ന പ്രശ്നം രാഹുൽ? പിന്നെ ആരുടെ പേര് പുറത്തു വരുന്നതാണ് പ്രശ്നം രാഹുൽ? അങ്ങനല്ല ഇരയുടെ പേര് ഒരിക്കലും പുറത്തു വരില്ല.
ദയവായി വരില്ല, ശ്രദ്ധിക്കൂ. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നിയമപരമായി കൂടെ സംസാരിക്കണം. ഇരയുടെ പേര് ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല. അതിന് നമുക്ക് നിയമങ്ങളുണ്ട്. പക്ഷെ നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമാണ്. അതാണ് അതിലെ പോയിന്റ്. അതായത് മറുഭാഗത്തിന്റെ വാദങ്ങൾ കേട്ടിട്ടില്ല. രണ്ട്, മറുഭാഗത്തിന്റെ വാദങ്ങൾ കേൾക്കും. കോടതി പോലീസിനോട് Burden of proof accused നാണ് ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളും ഞാനും ഒക്കെ നിയമം പഠിച്ചതാണ്. Burden of proof accused നാണ് ഈ കേസിൽ. രാഹുൽ ഈശ്വർ എല്ലാ പീഡന കേസിലും രാഹുൽ ഈശ്വർ burden of ഇവിടെ proof ഇവിടെ ഒരു accused നടി ആണ്. റൂമിനകത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ ആ വാതിൽ തള്ളിപ്പൊളിയും മട്ടിൽ നീതി ഉറക്കേണ്ടത്. രാഹുൽ ഈശ്വർ ഇവിടെ ഒരു നടി റൂമിനകത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ റൂമിന്റെ വാതിൽ തല്ലിപ്പൊളിക്കും മട്ടിൽ മുട്ടിയവരെ കുറിച്ച് ഹേമ പറയുന്നത് ചുമ്മാ പറയുന്നതല്ല, അത് തെളിവടിസ്ഥാനത്തിൽ പറയുന്നതാണ്.